Hello, my dear students. Welcome back to Professional Business Skills 66th സെഷൻ. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് വെൽ ടാർഗറ്റഡ് ആയിട്ടുള്ളതും കൺവേർഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും ഇൻട്രാക്റ്റീവുമായിട്ടുള്ള മാർക്കറ്റിംഗ് ആണ്. അത് ഡിജിറ്റൽ ഇന്നൊവേഷനായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ അച്ചീവ് ചെയ്തിട്ടാണ് ഇങ്ങനെ അച്ചീവ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. അതുകൂടാതെ കസ്റ്റമേഴ്സിൽ എപ്പോഴും സുസ്ഥിരമായിട്ടുള്ള ഫാഷൻസ് ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ഇഫക്റ്റീവാണ്, റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്, മെഷറബിൾ ആണ്. നമുക്ക് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. അക്കൗണ്ടബിൾ എന്നുള്ളത് അതാണ്, ആ ഒരു ഉദ്ദേശത്തിലാണ് പറയുന്നത്. പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള മാർക്കറ്റിങ്ങിൽ ഇതൊന്നും സാധ്യമല്ല. സോ അങ്ങനെയുള്ള ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് യൂസിങ് ഇലക്ട്രോണിക് മീഡിയ, സ്പെസിഫിക്കലി ദ ഇൻ്റർനെറ്റും അതിനോടനുബന്ധിച്ചുള്ള ഇലക്ട്രോണിക് മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസും ടെക്നിക്സും അപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റിംഗ് പറഞ്ഞാലും സെയിം ആണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ വേറൊരു പേരാണ് ഇ മാർക്കറ്റിംഗ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് മാർക്കറ്റിങ്ങും ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് എലമെൻസും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മളുടെ ബിസിനസ്സിനെ കസ്റ്റമേഴ്സിലേക്ക് റേഞ്ച് ഓഫ് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ബിസിനസ്, ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്ന ബിസിനസ് വേൾഡ് വൈഡ് വെബിലൂടെ ലോകമെമ്പാടുമുള്ള കസ്റ്റമേഴ്സിലേക്കാണ് എത്തുന്നത്. ഓക്കെ, സോ അങ്ങനെ പുതിയ ബിസിനസ്സുകളെ ഇത് അട്രാക്റ്റ് ചെയ്യിക്കുന്നു. അതുപോലെ നല്ല രീതിയിൽ തന്നെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഡെവലപ്മെൻറ്റും ഇവിടെ നടക്കുന്നുണ്ട്. കറണ്ട് ബിസിനസ് നന്നായിട്ട് റീറ്റെയിൻ ചെയ്യാനും ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ സാധ്യമാണ്. നമ്മുടെ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ് ഓരോ വർഷവും മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സിനെയാണ് റീച്ച് ചെയ്യുന്നത്. അതും ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് റീച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് സാധ്യമാക്കുന്നത് നമ്മുടെ ഇൻ്റർനെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ഒരു ട്രൂലി ഗ്ലോബൽ റീച്ച് നമ്മൾ ഫോം ചെയ്യുന്നത്. വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റും സർവീസസും വൈഡ് റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സിലേക്കാണ് എത്തിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇൻഫർമേഷൻ മാനേജ് ചെയ്യുന്നുണ്ട്, പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കസ്റ്റമർ സർവീസ് ചെയ്യുന്നുണ്ട്, സെയിൽസും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു റേഞ്ച് ഓഫ് ടെക്നോളജീസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് വളരെ വിപുലമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെയിനായിട്ട് 3 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്. കാരണം വെബ് ഇൻ്റർനെറ്റിലൊക്കെ വളരെ സ്പീഡി ആയിട്ടുള്ള ആക്ഷൻസാണ് ഫോം ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സ് മീൻസ് നമ്മുടെ ഓൺലൈൻ ഓഡിയൻസ്, അവർ വളരെ ഷോർട്ട് ടൈമിലാണ് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ ഓരോ മിനിറ്റ്സിൻ്റെ അപ്ഡേഷൻസ്, ഇൻഫർമേഷൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മളും സ്പീഡി ആയിട്ടുള്ള ആക്ഷൻസാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ചെയ്യേണ്ടത്. ഓക്കെ, ആ സ്പീഡി ആക്ഷൻസിലൂടെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അറ്റൻഷനും നമ്മൾ പിടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഇൻട്രാക്ഷൻസും വളരെ ക്വിക്കായിട്ട് തന്നെ ഫോം ചെയ്യണം. അപ്പോൾ അതാണ് ആദ്യത്തെ പ്രിൻസിപ്പൽ. രണ്ടാമത്തെ പ്രിൻസിപ്പൽ പേഴ്സണലൈസേഷൻ. നമ്മൾ ഗ്ലോബിലുള്ള എല്ലാവരെയും നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. അതിലൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലൈസേഷനാണ്. ഓരോ വ്യക്തിക്കും എങ്ങനെയാണ് എന്തൊക്കെ വേണ്ടതോ അത് അവർക്ക് വേണ്ട രീതിയിലാക്കി കൊടുക്കുക. ഇപ്പം നമുക്ക് എപ്പോഴും നമ്മളെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നതാണ് നമുക്ക് കൂടുതൽ താല്പര്യം, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും ഓരോ കസ്റ്റമേഴ്സും അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് അവരെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റെലവൻ്റ് ആയിട്ടുള്ള ടൈമിൽ അവർക്ക് കൊടുക്കുന്നു. അതാണ് പേഴ്സണലൈസേഷൻ. ഇനി നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്ന മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് റെലവൻസ്. നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഓൺലൈനിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് പറ്റും, പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റിങ്ങും റെലവൻ്റ് ആയിരിക്കണം. ഒരുപാട് അബൻഡൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനോട് യാതൊരു താല്പര്യം ഉണ്ടാവില്ല, അവരതിനെ മൊത്തം അവോയ്ഡ് ചെയ്യും.
സോ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കസ്റ്റമേഴ്സിന് എന്ത് ഇൻഫർമേഷനാണ് എക്സാക്ട്ലി വേണ്ടത്, അത് എപ്പോഴാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അത് മാത്രം എക്സാക്ട്ലി കൊടുത്താൽ മതി. അതാണ് റെലവൻസ്. അപ്പോൾ ഇമീഡിയറ്റ്ലി, അതുപോലെ പേഴ്സണലൈസേഷൻ ആൻഡ് റെലവൻസ് എന്നുള്ള ഈ 3 പ്രിൻസിപ്പിളിലാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. അതിൽ ആദ്യത്തെ ഡിഫറൻസ് പറയുന്നത് ഇൻട്രാക്ടിവിറ്റിയിലാണ്. നമുക്ക് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ് കൂടുതൽ ഇൻട്രാക്ടിവിറ്റി ഉള്ളത്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ഇൻട്രാക്ടിവിറ്റി കുറവാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇൻട്രാക്ടിവിറ്റി കൂടുതലാവാൻ കാരണം നമ്മളെ കമ്പനീസും അതുപോലെ കസ്റ്റമേഴ്സും ഒരുപാട് കോൺവെർസേഷനിൽ ഏർപ്പെടുന്നുണ്ട്. 2-way കമ്മ്യൂണിക്കേഷനാണ്. അതുമാത്രമല്ല കമ്പനീസ് ഈ പറയുന്ന കസ്റ്റമേഴ്സായിട്ട് ഓൺലൈനിൽ എന്ത് റെസ്പോൺസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം പ്രോപ്പറായിട്ട് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് തിങ് ഇമ്മീഡിയസിയാണ്. നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഈ കൺസെപ്റ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമ്മീഡിയസി നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുണ്ട്. പക്ഷേ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ഈ പറയുന്ന കൺസെപ്റ്റ്, പ്രോഡക്റ്റിനെ കൺസെപ്റ്റ് ഫിനിഷ് പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അതിന് ഓരോ സ്റ്റേജിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രഡീഷണൽ മാർക്കറ്റിൽ അങ്ങനെ ഇമ്മീഡിയസി ഫോം ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കമ്പാരറ്റീവ്ലി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കുറവായിട്ടാണ് വരുന്നത്. കാരണം ഒരുപാട് ഓൺലൈൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസൊക്കെ നമുക്ക് വിർച്വലി ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ അങ്ങനെയല്ല. നമ്മൾ പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കോസ്റ്റുകൾ വേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഓരോ മീഡിയ അനുസരിച്ചാണ് കോസ്റ്റ് വരുന്നത്. പിന്നെ ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ കവറേജ് എല്ലാവരെയും തന്നെ ഒരുവിധം കവറേജ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മളുടെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ പ്രിൻ്റ് ആൻഡ് വിഷ്വൽ മീഡിയ കവറേജാണ്, അത് ഷോർട്ട് ഡ്യൂറേഷനിലേക്കാണ് വരുന്നത്. പിന്നെ ഓഡിയൻസ്, ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അധികം ഓഡിയൻസും ടീനേജേഴ്സും ബിസിനസ്മെന്നാണ്. കാരണം അവർക്കാണ് കൂടുതൽ ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ളത്. പക്ഷേ നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ഈവൻ ലോ ഇൻകം സീനിയർ സിറ്റിസൻസ്, ഇൻ്റർനെറ്റിന് ആക്സസ് ചെയ്യാൻ പറ്റാത്തവർ, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് വരെ അതിൽ ഓഡിയൻസ് ആയിട്ട് വരാറുണ്ട്. ഇനി ട്രാക്കിംഗ്, നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് ഇതെല്ലാം പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാം. പക്ഷേ നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ അത്തരത്തിലുള്ള ട്രാക്കിംഗ് സൗകര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാടധികം എഫേർട്ട് ഇടേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും നമ്മുടെ 4 P's ഓഫ് മാർക്കറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അല്ല, ആദ്യം 4 P'സിൽ ആദ്യം വരുന്നതാണ് പ്രോഡക്റ്റ്, പിന്നെ പ്രൈസ്, പിന്നെ നമ്മുടെ പ്രൊമോഷൻ ആൻഡ് പ്ലേസ്. അല്ല, ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അത് ഫിസിക്കൽ പ്രോഡക്റ്റ് ആവാം, സർവീസ് ആവാം. അപ്പം ഇത് കസ്റ്റമറിന് എന്താണ് ആവശ്യം അതനുസരിച്ചാണ് നമ്മൾ പ്രോഡക്റ്റോ സർവീസോ ഫോം ചെയ്യുന്നത്. ചില കമ്പനീസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അത് ഫോഴ്സ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവുന്നില്ല. ആ ഡിമാൻഡ് ഇല്ലാത്ത പ്രോഡക്റ്റിന് ഒരിക്കലും ഒരു കസ്റ്റമേഴ്സിനും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ പ്രോഡക്റ്റ് ഓൺലൈനിൽ സെയിലിന് റെഡിയാക്കുമ്പോൾ ഒപ്പം തന്നെ അതിൻ്റെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനും കൂടി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടാണ് സെയിൽ നടത്തുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ പ്രൈസിങ്ങിൻ്റെ കേസാണ്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, പ്രൈസ് സ്ട്രാറ്റജിയൊക്കെ നോക്കിയിട്ടാണ് പ്രൈസിങ് തീരുമാനിക്കുക. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എപ്പോഴും നമ്മൾ സാധാരണ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ പോയിട്ട് വാങ്ങിക്കുന്ന പ്രൈസിലും കുറവായിരിക്കണം. അതുമാത്രമല്ല അതിൻ്റെ ഈ പറയുന്ന കോംപ്ലിമെൻറ്റ്സ്, ഇപ്പോൾ ഡിസ്കൗണ്ട്സ്, ഓഫേഴ്സ്, ക്യാഷ് ബാക്സ്, അതുപോലെ ക്രെഡിറ്റ് പോയിൻറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയും ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം അത് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് നമ്മളെ കൺസ്യൂമർ ബിഹേവിയറിനെ അത് കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. സോ എപ്പോഴും ഓൺലൈൻ പ്രൈസിങ് നമ്മുടെ ട്രഡീഷണൽ പ്രൈസിങ്ങിലും കുറവായിട്ടായിരിക്കണം വേണ്ടത്. ഇനി പ്ലേസ്, ട്രഡീഷണൽ മാർക്കറ്റിൽ നമുക്ക് മാർക്കറ്റ് പ്ലേസ് ലിമിറ്റഡ് ആണ്. ആ മാർക്കറ്റ് എവിടെയാണോ അവിടെ മാത്രം ലിമിറ്റഡ് ആയിട്ട് നിൽക്കുവാണ്. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മുടെ ഹോൾഡ് വേൾഡ് തന്നെയാണ് മാർക്കറ്റ് പ്ലേസ്. ഈ പറയുന്ന ആൾക്കാർക്ക് ലോകത്തെമ്പാടും എവിടെ നിന്ന് വേണമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും പ്രോഡക്റ്റോ സർവീസോ സ്വായത്തമാക്കാം.
ഇനി പ്രൊമോഷൻസ് നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ പ്രൊമോഷൻസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കുറച്ചധികമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ അത് റീറ്റെയിൻ ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട്. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ആ ഡ്യൂറേഷൻ പ്രൊമോഷൻ വളരെ കുറവാണ്, 1 സെക്കൻഡിലും കുറവായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് കസ്റ്റമേഴ്സിന് റീറ്റെയിൻ ചെയ്യാനുള്ള പവർ കുറയുകയാണ് ചെയ്യുക. സോ പ്രത്യേകിച്ച് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഈ പറയുന്ന പ്രൊമോഷൻസ് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്.